നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അത് ഏത് വഴിയിലൂടെയാണ് പോയതെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാറില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയ അതേ വഴിയിലൂടെ സഞ്ചരിച്ച് അതേ സ്ഥലത്ത് കിടന്നുറങ്ങി അതേ സ്ഥലത്ത് വിശ്രമിച്ച് ആ നബി തങ്ങളുടെ 8 ദിവസത്തെ ആ ഒരു ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആധുനിക ഹിജ്റ റൂട്ടിലൂടെ നിങ്ങൾക്ക് നമ്മളൊരു ചിത്രീകരണത്തിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മുടെ കൂടെയുള്ള യാത്രാ സംഘത്തെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട അറക്കൽ അബ്ദുറഹ്മാൻ ഉസ്താദ്. 20 വർഷത്തിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ റൂട്ട് ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണം നടത്തിയ ഡോക്ടർ അബ്ദുള്ള അൽ ഖാലിയുടെ ഗവേഷണ ഗ്രന്ഥം അടക്കം അൽ ജസീറ ചാനലിലെ ഡോക്യുമെൻ്ററി അടക്കം പല ആധുനിക വിവര സാങ്കേതിക വിദ്യകളും അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കുവാൻ നമ്മുടെ ഡയറക്ടർ ബഹുമാന്യരായ സിദ്ദീഖ് സാഹിബും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ട കോർഡിനേറ്റർമാരും സഹ കോർഡിനേറ്റർ അടക്കം എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിൽ സാബിത്ത്, അദ്ദേഹം ഈ യാത്രയുടെ അസിസ്റ്റൻ്റ് അമീറും നമ്മുടെ യാത്രയിൽ മുഴുവൻ വിവര സാങ്കേതിക വിദ്യയും നമുക്ക് നൽകി. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഹിജ്റ യാത്ര തുടങ്ങുന്നത്? നാം ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്ന് തന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പുറപ്പെട്ടത്. അഥവാ സഅയ് കഴിഞ്ഞ് മർവ എക്സിറ്റിലൂടെ വലത്തോട്ട് തെറ്റിയാൽ ലഭിക്കുന്ന ഈ ഭാഗത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് സാധാരണ നമ്മുടെ മുൻവശത്തുള്ള മക്തബ, ലൈബ്രറിയാണ് സാധാരണ എല്ലാവരും മൗലിദ് നബി എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ വീട്, അല്ലെങ്കിൽ അതാണോ? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 വീടുകളുണ്ടായിരുന്നു. ഒന്ന് മക്തബ, അഥവാ അത് ബൈത്തുൽ മൗലിദ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായ ബീവി ആമിന റളിയല്ലാഹു അൻഹ വഫാത്തായതോടുകൂടെ പ്രവാചകർക്ക് അനന്തരം ലഭിച്ച വീടാണ്. അവിടെയാണ് 25 വയസ്സ് വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. അതിനുശേഷം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായി വിവാഹം നടന്നു. പിന്നീട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു നാം ഇപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ് വഹി ഇറങ്ങിയതും ഖുബ്ബത്തുൽ വഹി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്ത വീട് നാം ഇപ്പോൾ നിൽക്കുന്ന ഇവിടെയായിരുന്നു. ഏതായാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹിജ്റ റൂട്ടിലൂടെ നബി തങ്ങൾ പോയ അതേപോലെ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, അങ്ങനെ ഓരോ ദിവസവും നബി പോയ അതേ വഴിയിലൂടെയുള്ള യാത്രയാണല്ലോ. അപ്പോൾ ഈ ഒരു ഹിജ്റ യാത്ര നമ്മുടെ ഇംഗ്ലീഷ് മാസപ്രകാരം എന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ AD 622 സെപ്റ്റംബർ 8-ാം തീയതി വ്യാഴാഴ്ച രാത്രിയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ആരംഭിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് ഖുറൈശികൾ പ്ലാൻ ഇടുകയും ഓരോ ഗോത്രത്തിലെയും തലവന്മാർ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ഈ ഭാഗം വളയുകയും ചെയ്തു. അങ്ങനെ പ്രവാചകരെ വധിക്കാൻ വേണ്ടി കാത്തിരുന്ന അവരുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് സൂറത്തു യാസീനിലെ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന സൂക്തം വരെ പാരായണം ചെയ്തുകൊണ്ട് അവരുടെ മുഖത്തേക്ക് പ്രവാചകരെറിഞ്ഞു. നാം ഇപ്പോൾ പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ലക്ഷ്യമാക്കിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വീട്ടിൽ നിന്ന് അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് പോയ അതേ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ അബൂബക്കർ തങ്ങളുടെ വീടുണ്ടായ സ്ഥലത്തേക്ക് പോകുന്നത്. തീർച്ചയായും അതിനിടയിലുള്ള ചരിത്ര സ്ഥലങ്ങളും പ്രവാചകർ അല്പം നിന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാം. ഇൻഷാ അല്ലാ നമുക്ക് ഈ ഇങ്ങനെ നടന്നു പോകാം അല്ലേ? ഇൻഷാ അല്ലാ. ഇവിടെ എന്താണ് അൽ നബി ഗേറ്റ് എന്നുള്ളത്? ഹറമിലെ വാതിലുകളെ കുറിച്ച് നടത്തുന്ന ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ കാണുന്നുണ്ട് ഈ വഴിയിലൂടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ ഷരീഫിലേക്ക് പോയിരുന്നത് എന്ന് കാണാം. നമ്മൾ ഇവിടെ നിൽക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ എത്തിയപ്പോൾ, ഏകദേശം ഈ ഭാഗത്തെത്തിയപ്പോൾ അന്ന് ഇതുപോലെ പള്ളിയോ മറ്റൊന്നും ഇല്ല, മറിച്ച് ഇവിടെയുള്ള ഈ ഭാഗത്തൊരു ചന്തയായിരുന്നു. അൽ ഹസ്വിറ അല്ലെങ്കിൽ ഹസൂറ ചന്തയായിരുന്നു ഇവിടെ. ഉമ്മുഹാനി ബിൻതു അബി ത്വാലിബിൻ്റെ വീടുമുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ ഷരീഫിലേക്ക് നോക്കി അസ്സലാമു അലൈക യാ ബലദ ഉമ്മി, എൻ്റെ ഉപ്പയുടെ നാട്, എൻ്റെ ഉമ്മയുടെ നാട് എന്ന് പറഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് സലാം പറയുകയും കഅബയോട് വിട ചോദിക്കുകയും ചെയ്തത് ഇവിടെ വെച്ചുകൊണ്ടാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്ത അതേ പാതയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാചകർ നിന്നിടത്ത് നിൽക്കുകയും വിശ്രമിച്ചെടുത്ത് വിശ്രമിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അബൂബക്കർ തങ്ങളുടെ വീടുണ്ടായ സ്ഥലത്തേക്ക് നടക്കാം. അതെ. ഇപ്പോൾ നാം എത്തിയത് ക്ലോക്ക് ടവറിൻ്റെ മുമ്പിലാണ്. ഇതിനോട് ചേർന്നുള്ള അബ്രാജു മക്ക ടവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മരം കൊണ്ട് കാണുന്ന ജനൽ ഉണ്ടല്ലോ, ആ ഭാഗത്തായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ വീടെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു. പിൽക്കാലത്ത് അവിടെ മസ്ജിദു അബീബക്കറിന് സിദ്ദീഖ് എന്ന പേരിൽ ഒരു പള്ളിയും നിർമ്മിച്ചിരുന്നു. ഇപ്പോഴും ആ പള്ളിയുടെ സ്മരണാർത്ഥം ഈ ടവറിൻ്റെ മുകളിലേക്ക് കയറിയാൽ അതിൻ്റെ 4ാം നിലയിൽ മസ്ജിദു അബീബക്കറിന് സിദ്ദീഖ് എന്ന പേരിൽ ഒരു പള്ളി ഇപ്പോഴും നമുക്ക് കാണാം. അല്ലാഹു 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 അല്ലാഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ഇവിടെയായിരുന്നു എന്നതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന തെളിവാണ് ഈ പള്ളിക്ക് മസ്ജിദു അബീബക്കറിന് സിദ്ദീഖ് എന്ന് നാമകരണം ചെയ്തത്. സ്വന്തം വീട്ടിൻ്റെ അടുത്ത് ആദ്യമായി പള്ളി ഉണ്ടാക്കിയ ആളായിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇവിടെ നിന്ന് സഹാബത്ത് എല്ലാവരും ഹിജ്റ പോയ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ പ്രവാചകരോട് ചോദിക്കും, ഞാനും പോവട്ടെ എന്ന്. പ്രവാചകർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഒരു ദിവസം പറഞ്ഞു, നിനക്ക് നല്ലൊരു കൂട്ടുകാരനുണ്ടാകും. ഇത് കേട്ടപ്പോൾ മനസ്സിൻ്റെ സന്തോഷത്തോടെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 2 വലിയ ഒട്ടകങ്ങളെ വാങ്ങുകയും കസ്വ ഒട്ടകത്തെ അടക്കം തീറ്റി പോറ്റുകയും ചെയ്തു. അങ്ങനെ അതിനെ തീറ്റ കൊടുത്ത് വളർത്തി 4 മാസം പിന്നിട്ടു. 4 മാസത്തിന് ശേഷം ഒരു ദിവസം ഉച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീട്ടിലുള്ളവരോടൊക്കെ മാറാൻ പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഇവിടെ വേറെ ആരുമില്ല, ഒന്ന് നിങ്ങളുടെ ആയിഷയും അതുപോലെ മറ്റൊന്ന് അസ്മാഉ മാത്രമാണുള്ളത്, വേറെ ഉമ്മു റൂമാനുമുണ്ട്, മറ്റാരും ഇവിടെയില്ല. ഏതായാലും എനിക്ക് ഒരു രഹസ്യം പറയാനുണ്ട് എന്ന് പറയുകയും ഇന്ന് രാത്രി തന്നെ നമുക്ക് പുറപ്പെടണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അസ്സുഹ്ബത യാ റസൂലല്ലാഹ് എന്ന വിഷയത്തിൽ സന്തോഷിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പുറപ്പെട്ടതായി നമുക്ക് കാണാം. ഏതായാലും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വീട് നിന്ന സ്ഥലത്ത് ആ സ്മരണാർത്ഥമാണ് ഈ പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ അബൂബക്കർ തങ്ങളുടെ വീടുണ്ടായത് ഈ സ്ഥലത്താണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് നബി തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയൊരു ഡിപ്ലോമസി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ല രാജ്യതന്ത്രജ്ഞനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ മദീന മാത്രം ലക്ഷീകരിച്ച് പോവേണ്ടതായിരുന്നുവെങ്കിൽ ഇടത്തോട്ടാണ് പോവേണ്ടത്. ഇവിടെ ഈ ദാറുത്ത് തൗഹീദൊക്കെ കാണുന്ന ഈ ഭാഗം അഥവാ ഇടതുവശത്ത് ഹിൽട്ടൺ ഈ ഭാഗത്തുള്ള നോർത്ത് സൈഡിലേക്കാണല്ലോ പോവേണ്ടത്. മദീന മക്കയുടെ വടക്ക് വശത്താണല്ലോ. എന്നാൽ പ്രവാചകർ പോയത് നേരെ വലതുവശം അഥവാ തെക്ക് ഭാഗത്തേക്കാണ്. നമുക്ക് ആ തരീഖുൽ ഹിജ്റ എന്ന് ഇപ്പോഴും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു മസ്ജിദുൽ ഹിജ്റയുമുണ്ട്. നമുക്കൊന്ന് കാണാം. അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോർത്തിലേക്ക് പോകേണ്ടതിന് പകരം പോയത് സൗത്തിലേക്കാണ്. അതെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ.